താരസംഘടനയായ അമ്മയുടെ ഭരണസമിതി കൂട്ടത്തോടെ രാജിവെച്ചതിനു പിന്നാലെ തനിക്കുണ്ടായ സന്തോഷം പരസ്യമായി പ്രകടിപ്പിച്ച് നടി അൻസിബ ഹസൻ രംഗത്ത്. ഇന്ന് മലയാള സിനിമയിലെ ചരിത്രപരമായ ഒരു ദിവസമാണെന്ന് വിശേഷിപ്പിച്ച അൻസിബ, ഭരണസമിതിയുടെ ഈ പടിയിറക്കത്തോടെ തനിക്ക് കുറച്ചെങ്കിലും നീതി ലഭ്യമായെന്ന് കരുതുന്നു എന്ന് മാധ്യമങ്ങളോട് അൻസിബ പ്രതികരിച്ചു. സംഘടനയുടെ ജനറൽ ബോഡി യോഗത്തിൽ ഉയർന്ന തർക്കങ്ങളെക്കുറിച്ചും അൻസിബ മനസ്സ് തുറന്നു. മുൻപ് താൻ മാധ്യമങ്ങൾക്ക് മുന്നിലും അല്ലാതെയുമൊക്കെ ഉന്നയിച്ച പല സുപ്രധാന കാര്യങ്ങളും ഇത്തവണ ജനറൽ ബോഡി മീറ്റിംഗിൽ കൃത്യമായി തുറന്നു പറയാൻ തനിക്ക് സാധിച്ചു. വിയോജിപ്പുകൾ ഭയമില്ലാതെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അതിനായി സംഘടനയിലെ ഓരോ അംഗങ്ങളും തന്നെ വലിയ രീതിയിൽ സഹായിച്ചുവെന്നും താരം കൂട്ടിച്ചേർത്തു. താരസംഘടനയായ അമ്മയിൽ ഭരണസമിതിയുടെ കൂട്ടരാജിയെ തുടർന്നുണ്ടായ നാടകീയ രംഗങ്ങളിലും തർക്കങ്ങളിലും ഒടുവിൽ നിലപാട് വ്യക്തമാക്കി പ്രമുഖ നടനും സമിതി അംഗവുമായ ജോയി മാത്യുവും രംഗത്ത് വന്നു. സംഘടനയിൽ അടുത്തിടെയുണ്ടായ പൊട്ടിത്തെറികളെക്കുറിച്ചും സഹപ്രവർത്തകരുടെ നിലപാടുകളെക്കുറിച്ചും കൃത്യമായ നിരീക്ഷണങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചത്. ഭരണസമിതിയുടെ തലപ്പത്ത് നിന്നും രാജിവെച്ച നടി ശ്വേതാ മേനോന് താൻ പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി ജോയി മാത്യു പറഞ്ഞു. തങ്ങളുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന വ്യക്തി എന്ന നിലയിൽ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് ഒരു സഹപ്രവർത്തകൻ എന്ന രീതിയിൽ തന്റെ കടമയാണെന്നും ഒരു കമ്മിറ്റിയെ നയിച്ച വ്യക്തിക്ക് നൽകേണ്ട കൃത്യമായ പിന്തുണയാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം താരസംഘടനയായ അമ്മ സംഘടനയെ ഇനി നയിക്കുക അഡ്ഹോക് കമ്മിറ്റിയാണ്. 9 അംഗ അഡ്ഹോക് കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. പാലക്കാട് MLA രമേശ് പിഷാരടിയാണ് കൺവീനർ. KB ഗണേഷ് കുമാർ, സുരേഷ് കൃഷ്ണ, സിദ്ദിഖ്, ഡോക്ടർ റോണി, കൃഷ്ണപ്രഭ, ആശ അരവിന്ദ്, ഷാജോൺ, ദേവി ചന്ദന എന്നിവരാണ് അഡ്ഹോക് കമ്മിറ്റിയിലെ അംഗങ്ങൾ. 4 മാസമായിരിക്കും അഡ്ഹോക് കമ്മിറ്റി സംഘടനയെ നയിക്കുക. സ്ഥിരം സമിതിയുടെ തെരഞ്ഞെടുപ്പ് പിന്നീട് നടക്കും. തെരഞ്ഞെടുപ്പ് എപ്പോൾ നടത്തണമെന്നത് അഡ്ഹോക് കമ്മിറ്റി തീരുമാനിക്കും. നടൻ ജഗദീഷാണ് അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെയെന്ന് വെളിപ്പെടുത്തിയത്. ഇന്ന് ചേർന്ന അമ്മ ജനറൽ ബോഡി യോഗം വളരെ നാടകീയതയോടെയാണ് അവസാനിച്ചത്. അമ്മയിലെ 17 ഭരണസമിതി അംഗങ്ങളും രാജിവെച്ചു. പിന്നാലെ പ്രസിഡന്റ് സ്ഥാനത്തിനൊപ്പം അമ്മയിലെ അംഗത്വവും രാജിവെക്കുന്നതായി ശ്വേതാ മേനോൻ പ്രഖ്യാപിച്ചു. ഏകദേശം 1 വർഷം മുമ്പാണ് താരസംഘടനയുടെ തലപ്പത്തേക്ക് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് വനിതകൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. സംഘടനയ്ക്കുണ്ടായ മോശം പ്രതിച്ഛായ നീക്കാൻ വനിതകളുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. തന്റെ ഭരണസമിതിക്കെതിരെ ഗൂഢാലോചന നടന്നെന്നും ശ്വേത ആരോപിച്ചു. പാവകളായില്ലെങ്കിൽ ഈ സംഘടനയെ ഓടിക്കാൻ പറ്റില്ലെന്നും അതിന് തനിക്ക് സാധിക്കില്ലെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. പാവയായിരിക്കാൻ തയ്യാറല്ലെന്നും ചില കുറ്റാരോപിതർ സംഘടന പിടിച്ചെടുത്തു എന്നും പറഞ്ഞുകൊണ്ടാണ് ശ്വേതാ മേനോൻ അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. ഒപ്പം സംഘടനയിലെ പ്രാഥമിക അംഗത്വവും ശ്വേത രാജിവെച്ചിരുന്നു. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയുമെന്നും ശ്വേതാ മേനോൻ കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം തന്നെ BJP-കാരിയായി ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയായിരുന്നു ശ്വേതാ മേനോൻ. അതിനുശേഷം സ്റ്റേജിന് താഴേക്കിറങ്ങി. ഒടുവിൽ ശ്വേതയെ അനുനയിപ്പിക്കാൻ താരങ്ങൾ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. രാജിവെക്കുകയായിരുന്നുവെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു.